അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്തിലുള്ള മനുഷ്യന്മാർ മുഴുവനും പരസ്പരം സ്നേഹിക്കുന്നവരാണ്. എന്നാൽ യഥാർത്ഥ പ്രണയം വേണ്ടത് ഹബീബായ തങ്ങളോടാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നത് വഴി ദുനിയാവിലും നാളെ പാരത്രികമായ ലോകത്തിലും വിജയം കണ്ടെത്തിയവരായിരുന്നു സ്വഹാബാക്കൾ. മഹാനാകുന്ന സവാദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സൊഫ് കെട്ടാൻ വേണ്ടി പറയുകയും ആ സൊഫിൽ നിന്ന് തെറ്റി നിൽക്കുന്ന സവാദ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ഒന്ന് ചെറുതായി വേദനിപ്പിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പകരം വീട്ടാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ സവാദ് റളിയല്ലാഹു അൻഹുവാണ് മുന്നോട്ട് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകരം വീട്ടാൻ വേണ്ടി പറഞ്ഞ സവാദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, അങ്ങ് എന്നെ ഉപദ്രവിക്കുമ്പോൾ എന്റെ ശരീരത്തിൽ വസ്ത്രമുണ്ടായിരുന്നില്ല, എന്റെ വയറ് പുറത്ത് കാണിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. റസൂലുള്ളാഹി അവിടുത്തെ ശിരസിൽ നിന്ന് തന്റെ വസ്ത്രം ഊരി കാണിച്ചു കൊടുത്ത് വയറിലേക്ക് അടിക്കാൻ വേണ്ടി പറയുമ്പോൾ മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു ആ വയറിന് ചുംബനം കൊടുത്തിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇന്ന് ഞാൻ രക്തസാക്ഷിയാവുന്നതാണ്, ഷഹീദാവുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവസാനമായി ഞാൻ സ്പർശിച്ചത് അങ്ങയുടെ ശരീരമാണല്ലോ. ഇതായിരുന്നു സ്വഹാബത്തിന്റെ സ്നേഹം. ഈ സ്നേഹമാണ് നമുക്ക് വേണ്ടത്, റസൂലുള്ളാഹിനോടുള്ള സ്നേഹം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.